ഞാൻ മേരി മെറ്റിൽഡ സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ലേണിങ്ങിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് താഴെ വന്ന ചില പ്രതികരണങ്ങൾ ഇവിടെ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ചില സീനിയേഴ്സ് കമൻറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ പ്രായത്തിലും പുതിയ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. വേറെ ചിലർ പഠിക്കാൻ തീരുമാനിച്ചു. കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ പഠിക്കാൻ പറ്റാതിരുന്നത് കൊണ്ടുള്ള വിഷമങ്ങൾ പങ്കുവച്ചു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഏജ് ലിമിറ്റോ ഒന്നും ഇല്ല. നമ്മളൊരു കാര്യം അറിഞ്ഞ് അത് നല്ലതാണെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ അറിയേണ്ടതായിരുന്നു. ഇങ്ങനെ പല എക്സ്ക്യൂസസും മനസ്സിലേക്ക് വരും. ഈ എക്സ്ക്യൂസിനൊന്നും ഒരു മീനിങ്ങും ഇല്ല എന്ന തരത്തിലാണ് നമ്മുടെ ജീവിതം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം അറിയുമ്പോൾ ഇത് നേരത്തെ അറിയേണ്ടതായിരുന്നു, ഇത് അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി എന്ന് നമ്മൾ പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്? ഒരു കാര്യം നമ്മൾ 25 വയസ്സിൽ അറിയുന്നു, ചിലപ്പോൾ അത് അറിയുന്നത് ഒരു 60 വയസ്സ് കഴിയുമ്പോഴായിരിക്കാം. എപ്പോഴായാലും ഇത് വൈകിപ്പോയി, ഇത് നേരത്തെ ആയി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആയുർദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലേ. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് യാതൊരു പിടിപാടും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം എക്സ്ക്യൂസിലൊന്നും ഒരു ലോജിക്കും ഇല്ല. അപ്പം നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നെ ഇടവും വലവും നോക്കാതെ അങ്ങോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചാണ്. നമ്മളിപ്പോൾ എന്താണോ ആരാണോ എന്നുള്ളത് നമ്മൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങളുടെ റിസൾട്ടാണ്. പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നത് നമ്മൾ അറിയാറേ ഇല്ല. അത് പലതും അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടി പലപ്പോഴും എഫേർട്ട് ഇടാറില്ല. പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കും. ചിലപ്പോഴെങ്കിലും നമ്മളത് നടപ്പിലാക്കാറേ ഇല്ല. ശരിയല്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇങ്ങനെയല്ല, ഈ വഴിയേ അല്ല ഞാൻ പോകേണ്ടിയിരുന്നത്, തീരുമാനം തെറ്റിപ്പോയി. വേറെ ചിലർ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് വേറെ വഴിയെ നടന്നു നീങ്ങും. ഇങ്ങനെ ഈ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്? തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതവും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ജീവിതം നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. 6 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആമുഖമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തീരുമാനങ്ങൾ 2 വിഭാഗങ്ങളിൽ പെടും. എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ വലിയ ചിന്തകളൊന്നുമില്ലാതെ എടുക്കുന്ന കുറേ തീരുമാനങ്ങളുണ്ട്. അതിന് റുട്ടീൻ ഡിസിഷൻസ് എന്ന് പറയും. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, രാത്രി എപ്പോൾ ഉറങ്ങണം, ഭക്ഷണം എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഡ്രസ്സ് എന്തിടണം, ഇങ്ങനെ നമ്മൾ പതിവായിട്ട് എടുക്കുന്ന ചില റുട്ടീൻ ഡിസിഷൻസ് ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വളരെ മെക്കാനിക്കലായിട്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതം സിസ്റ്റമാറ്റിക് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഈ റുട്ടീൻ ഡിസിഷൻസ്. ഇതിൽ വേണ്ടത്ര കെയർ കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാകും. എന്ന് പറഞ്ഞ് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇരുന്ന് എപ്പോൾ വേണമെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ചെയ്യേണ്ട ചില കാര്യങ്ങളല്ലേ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതൊക്കെ ഹാബിറ്റാക്കി മാറ്റുക. റുട്ടീൻ ഡിസിഷൻസ് എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഹാബിറ്റ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാകും. അപ്പോൾ ഇവിടുത്തെ ചർച്ചയിൽ റുട്ടീൻ ഡിസിഷൻസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ, എനിക്ക് മുന്നോട്ട് പോയേ മതിയാവും. അത് ചിലപ്പോൾ വീട് പണിയുന്നതിനെക്കുറിച്ചാവാം, അല്ലെങ്കിൽ കരിയറിനെ കുറിച്ചാവാം, ചിലപ്പോൾ വേറൊരു രാജ്യത്ത് PR എടുക്കുന്നതിനെക്കുറിച്ചാവാം, മക്കളുടെ വിദ്യാഭ്യാസം, ഇനി നമ്മൾ എന്ത് കോഴ്സാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചുറച്ച ആളുകൾക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഇത്തരം സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അനലൈസ് ദ സിറ്റുവേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ആദ്യം അനലൈസ് ചെയ്തത്.
ഞാനൊരു സക്സസ്ഫുൾ ട്രെയിനറായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വന്ന് ട്രെയിനിങ്സ് എല്ലാം നിന്നുപോയി. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ, എന്താണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഞാൻ എവിടെ വന്നാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഒരു അവെയർനെസ് ഉണ്ടാവുക, നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി, എന്താണ് വേണ്ടത്, ഇത് നമുക്ക് വേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഞാൻ ചെയ്യുകയാണോ. ഇങ്ങനെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ സിറ്റുവേഷനെ അനലൈസ് ചെയ്യണം. അത് എന്ത് കാര്യമായാലും. ഇപ്പോൾ ഒരു വിവാഹമാണെങ്കിൽ പോലും സിറ്റുവേഷനെ അനലൈസ് ചെയ്യണ്ടേ. വിവാഹം കഴിക്കാനുള്ള പ്രായമായോ, ശരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ താല്പര്യപ്രകാരമാണോ, അല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ. അങ്ങനെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. രണ്ടാമത്, ഒറ്റയടിക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കളക്ട് ദ ഇൻഫർമേഷൻ, പ്രോസസ് ഇറ്റ് ആൻഡ് സെറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ സിറ്റുവേഷനൊക്കെ അനലൈസ് ചെയ്തു, നമുക്ക് മനസ്സിലായി ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ചേ മതിയാവും. എന്ത് കാര്യവും ആകാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് അടുത്ത മാർഗം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്നോ, ഇൻഫോർമേഷൻ കിട്ടാൻ ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇൻഫോർമേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയും. ഇതിൽ നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം പലതും മിസ്ലീഡിങ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ നിന്നാണോ ഇൻഫോർമേഷൻ എടുക്കുന്നത് അതിൻ്റെ ആ സോഴ്സ്, അതിൻ്റെ വിശ്വാസ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ആശ്രയിക്കാറുള്ളത് ഗൂഗിളിനെയാണ് മിക്കവാറും. കാരണം ഗൂഗിള് കുറേയും കൂടി ക്രെഡിബിലിറ്റിയുള്ള ഒന്നായിട്ട് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആളുകളിൽ നിന്ന് ഉപദേശങ്ങൾ തേടും, വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യും. അവിടെ ശ്രദ്ധിക്കണം, ആളുകൾ എന്ത് ചോദിച്ചാലും ഉപദേശങ്ങൾ തരും, ഡയറക്ഷൻസ് തരും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ദേ ഫീൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു മറുപടി പറയാൻ അവർക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാവും. അവർ മറുപടി തരും. അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ മറുപടി കേട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മറ്റേയാൾക്കല്ലേ സംഭവിക്കൂ. ഇതൊക്കെ മാനുഷികമായിട്ടുള്ള അവസ്ഥകളാണ്. അഭിപ്രായം തേടുമ്പോൾ, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓതൻറ്റിക് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു നീസിൻ്റെ കാര്യത്തിൽ ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നീസിൻ്റെ അമ്മയോ അച്ഛനൊക്കെ മരിച്ചുപോയി, കുറച്ച് പ്രായമുള്ള ആളാണ്. ബട്ട് ഷീ ഈസ് അൺമാരീഡ്. ഈ അൺമാരീഡ് ഡോട്ടേഴ്സിന് ഫാമിലി പെൻഷൻ കിട്ടും. അപ്പോൾ ഫാമിലി പെൻഷൻ മേടിച്ചെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് വിവരമില്ലാത്തതുകൊണ്ട് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെന്ന് നമുക്ക് തോന്നിയ ആളുകളോട് അന്വേഷിച്ചു. പക്ഷേ പലരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഇത് നടക്കില്ല, ഇങ്ങനെയൊന്നും സാധാരണ അവർ ചെയ്യാറില്ല, ഒരു കേസൊക്കെ കൊടുത്താലേ ഇത് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇങ്ങനെയായപ്പോൾ ഞാൻ എൻ്റെ നീസിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാം. ഓഫീസിൽ ചെന്നു അവർ ഇതിൻ്റെ അപേക്ഷ തയ്യാറാക്കാനുള്ള എല്ലാ ഫോമും എടുത്തു തന്നു. എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞു തന്നു. കാര്യങ്ങൾ വളരെ സിമ്പിളായി, പെൻഷനും കിട്ടി. ഒരാൾക്കൊരു ലൈഫ് ലോങ് സപ്പോർട്ടുള്ളൊരു സംഭവമാണ്. ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിൽ നമ്മൾ നീങ്ങിയില്ലെങ്കിൽ പിന്നെ അതെല്ലാം രണ്ടാമത് ചെയ്യുക എത്ര ബുദ്ധിമുട്ടാണല്ലേ. ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്, അവിടെയാണ് ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് 3-4 വഴികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കരിയർ, പല പല കരിയറിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാവും. അങ്ങനെ ഓപ്ഷൻസൊക്കെ നമ്മൾ എടുത്തു വെക്കുക. ഒരു ഓപ്ഷനും ആദ്യമേ തള്ളിക്കളയരുത്, എല്ലാ ഓപ്ഷൻസും കൺസിഡർ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, സെലക്ട് ദ ബെസ്റ്റ് എമംഗ് ദി ഓൾട്ടർനേറ്റീവ്സ്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല രംഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ ചില കാര്യങ്ങളിൽ കണ്ടിട്ടുള്ളത് എന്താണെന്നോ, ആളുകൾ പല ഓൾട്ടർനേറ്റീവ്സുമായിട്ട് വരും. നമുക്കിങ്ങനെ ചെയ്യാം. പല ആളുകളെ ഈ ഐഡിയാസ് തന്നു കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി പ്രശ്നത്തിലാകും. അപ്പോൾ ഏത് ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുമ്പോഴും ആദ്യം നോക്കേണ്ടത് ഇത് നടപ്പുള്ള കാര്യമാണോ. ഓരോ ഓൾട്ടർനേറ്റീവ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യണം, ഇത് ഈ സന്ദർഭത്തിൽ എത്രത്തോളം പ്രായോഗികമാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സ്പീഡ്, എത്ര സ്പീഡിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതും എത്ര കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതും. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം തീരുമാനിച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ നടപ്പിലാക്കിയാൽ പോരല്ലോ. അതുപോലെ നടപ്പിലാക്കുമ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കി തെറ്റിപ്പോകാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ചൂസ് ദ ബെസ്റ്റ് എമംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. 4ാമത്തെ കാര്യം, നിർഭയമായും സ്വതന്ത്രമായും തീരുമാനങ്ങൾ എടുക്കണം. സ്വാധീനത്തിന് വഴിപ്പെടാതെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെത്ര പ്രധാനപ്പെട്ടതാണെന്ന് കാണിച്ചു തരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്.
ക്രിസ്ത്യൻസിൻ്റെ വിവാഹം നടക്കാൻ പോവാണ്. പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് സദ്യവട്ടങ്ങളെല്ലാം റെഡിയായി, എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞു. എന്നാലും ആ കുർബാനയ്ക്കിടയിൽ കാർമ്മികൻ ഉറപ്പാക്കും ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടേ ആ മാരേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കൂ. വിവാഹത്തെക്കുറിച്ചുള്ള നിൻ്റെ തീരുമാനം സ്വതന്ത്രമാണോ? അക്കാര്യം ഉറപ്പാക്കിയാലേ വിവാഹം നടത്തൂ. ചിലപ്പോൾ പള്ളിയിൽ ആ സമയത്ത് നോ പറഞ്ഞ് കല്യാണം നടക്കാതെ പോയ കേസസും ഉണ്ട്. ഇതോടെ പറയാൻ കാര്യം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ തീരുമാനം സ്വതന്ത്രമാണോ അല്ലയോ എന്നുള്ളത്. പലപ്പോഴും പല രംഗങ്ങളിലും പരാജയപ്പെടുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്, ഇത് അയാൾ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കാണല്ലോ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത്. അത് വേറൊരാൾ പറഞ്ഞിട്ടാണ്, വേറൊരാളുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതെ വളരെ സ്വതന്ത്രമായും നിർഭയമായും തീരുമാനങ്ങൾ എടുക്കുക. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിലപാടുകളാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ആരെങ്കിലും ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് യെസ് പറയും, അപ്പുറത്ത് പോയിട്ട് വേറൊരാൾ വേറൊരു കാര്യം പറയുമ്പോൾ അതിനോട് യെസ് പറയും. അതായത് അവർക്കൊരു നിലപാടില്ല. അപ്പം നിലപാടുകൾ ഉണ്ടാവണം, തീരുമാനങ്ങൾ സ്വതന്ത്രവും നിർഭയവും ആയിരിക്കണം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം, അത് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? ചില ആളുകൾക്ക് പിന്നെ എന്ത് നമ്മൾ തീരുമാനിക്കുമ്പോഴും വിഷമമുണ്ടായി എന്ന് വരാം. അവർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട് പണിയുമ്പോൾ തൊട്ടടുത്ത് മറ്റു വീടുകളുണ്ട്, അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? പലപ്പോഴും പലരും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അറിയാറ് പോലുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു മറയൊക്കെ കെട്ടി നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് തെറിച്ചു പോകാതെ നമുക്ക് നോക്കാം. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്ന ജോലികൾ ഒഴിവാക്കാം. മറ്റുള്ളവർ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ആറാമത്തെ കാര്യം, ജീവിതത്തിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും താഴെ പറയുന്ന കാര്യങ്ങളിലൂടെ നിർബന്ധമായിട്ടും കടന്നു പോയിരിക്കണം. ആദ്യം അത് നമ്മുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് സെറ്റ് ചെയ്യണം. ആ ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്തത്, ഇംപ്ലിമെൻ്റ് ഇറ്റ്. ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ മോണിറ്ററിങ് ഉണ്ടായിരിക്കണം. എന്ത് നടക്കുന്നു എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അവസാനം ഒരു കാര്യം കൂടി ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യണം. അതെങ്ങനെ നടന്നു, സക്സസ്ഫുള്ളായോ ഫെയിലിയറായോ, ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഫെയിലിയറായി, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും സ്റ്റെപ്സിലൂടെ നിർബന്ധമായിട്ടും കടന്നു പോയിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്